ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോട്ട് ബാഗാണ്. ഈ കൊറോണ കാലത്ത് നമ്മൾ പുറത്തേക്കൊക്കെ എന്തിനെങ്കിലും കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ പഴയൊരു ചുരിദാർ ഉണ്ടായിരുന്നു, അതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അതിനൊരു ലൈനിങ് ക്ലോത്തും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ലൈനിങ് ക്ലോത്താണ് ഈ വൈറ്റ് കളർ കാണുന്നത്. പിന്നെ ഒരു സിബ്, ഇത്രയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇതൊരു ക്യാൻവാസ് ബാഗ് ഏകദേശം എത്ര നീളം വീതി വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം ഒരു 16 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീതി ഒരു 14 ഇഞ്ചുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചു ഏകദേശം ഇതുപോലെ ഇത്രയും പോന്നിട്ടുള്ള ഒരു ടോട്ട് ബാഗ് തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കോട്ടൻ്റെ ഈ ചുരിദാർ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഒന്ന് സ്റ്റിഫായിട്ട് ഇരുന്നോട്ടെ, എന്നാലാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ പോർഷൻ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 20 ഇഞ്ചോളം ഉണ്ട് ആ പോർഷൻ. അപ്പോൾ അത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാണ് ചെയ്യുന്നത്. സെയിം അതേ ലെങ്ത്ത് തന്നെയാണ്. 16 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ് മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത് 1 ഇഞ്ചോളം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് അടിക്കുന്നത്. ഫസ്റ്റ് സ്റ്റിച്ച് അടിച്ചതിന് ശേഷം രണ്ടാമത് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ അടിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ സിബ് അതിൻ്റെ ഉള്ളിലേക്ക്, സിബിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ പ്ലെയിൻ പോർഷൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ആ സിബിൻ്റെ ഒരു ഭാഗം ഈ ബാഗിൻ്റെ ഒരു സൈഡിൽ, വായയുടെ ഒരു സൈഡിൽ ഫിറ്റായി. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കാണിക്കുന്നുണ്ട് 1 ഇഞ്ചാണ് അവിടെ വിട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിബിൻ്റെ മറ്റേ ഭാഗത്തും സെയിം അതേ 1 ഇഞ്ച് തന്നെ നമ്മൾ വിട്ടു കൊടുക്കണം. അപ്പോൾ അതൊന്ന് അളന്നിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ 2 ഭാഗത്തും ഓരോ ഇഞ്ച് വിട്ടിട്ട് നടുവിൽ ഈ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിബ് ഓൾറെഡി അറ്റാച്ചായി. അപ്പോൾ നമ്മളുടെ ബാഗിൻ്റെ ഫ്രണ്ട് വശം മുകൾ ഭാഗത്ത് സിബ് അറ്റാച്ചായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2 സൈഡും ബാഗിൻ്റെ 2 സൈഡുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിബിനെ അങ്ങോട്ട് വിട്ടതിന് ശേഷം ഒരു 3/4 ഇഞ്ചോളം എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 3/4 ഇഞ്ചോളം എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് അവിടെ 2 സൈഡും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നോക്കൂ, ബാഗിൻ്റെ 4 പുറം കവേർഡും ആയി, ഫ്രണ്ട് സൈഡിൽ നമുക്ക് സിബും വന്നു. ഇപ്പോൾ കണ്ടോ, കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. നന്നല്ലാത്ത ഭാഗം ഇപ്പോൾ ഉള്ളിലേക്ക് പോയി, 2 സൈഡും കൂടി അറ്റാച്ച് ചെയ്ത ഭാഗം. ഇനി നമുക്ക് ഹാങ്ങിങ് ആണ് വേണ്ടത്. ഹാങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ തൂക്കിയിടുന്ന ആ ഭാഗം. അതിന് 3 ഇഞ്ചിൻ്റെ ഒരു പട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, തുണിക്കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. 24 ഇഞ്ച് നീളമുണ്ട്, 3 ഇഞ്ച് വീതിയുണ്ട്. എന്നിട്ട് ഈ 3 ഇഞ്ച് വീതിയുള്ള തുണിക്കഷ്ണത്തിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആ 2 സൈഡും കൂടി കൂട്ടിയിടിക്കുകയാണ് നമ്മൾ ഹാങ്ങിങ്ങിന് ചെയ്യണത്. ഇതെന്താണെന്ന് വെച്ചാൽ ബാഗിൻ്റെ മോൾ ഭാഗം, സിബുള്ള ഭാഗം ഇപ്പം മൊത്തം നമുക്ക് 14 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 2 സൈഡും ഒരു 5 ഇഞ്ച് വിട്ട് കൊടുക്കുക. നടുഭാഗം 4 ഇഞ്ച് അപ്പോൾ വരുമല്ലോ. അപ്പോൾ ഈ 5 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് അതിലാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. 5 ഇഞ്ച് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 5 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് അവിടെ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഹാങ് ചെയ്യണ ആ ഭാഗം കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത അവിടെ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യുക. ഈ സിബ് കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി ചെറുതായി വെച്ച് ഇങ്ങനെ സ്ക്വയറായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വള്ളി അവിടെ അറ്റാച്ച് ആയിക്കോളും. അങ്ങനെ 4 പോർഷനും നമ്മളങ്ങനെ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ബാഗിൻ്റെ നന്നല്ലാത്ത ഭാഗമാണ്. അതിൻ്റെ കോർണർ വരില്ലോ, അടിഭാഗത്ത് 2 കോർണറിലും ഒരു 2 ഇഞ്ച് മുമ്പിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കോണിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് ബാഗിനൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ ബാഗിന് റെക്റ്റാങ്കിൾ ഷേപ്പല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ സൈഡും അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ
അപ്പോൾ മാർക്ക് ചെയ്ത ആ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ കണ്ടോ ഇതുപോലൊരു ഷേപ്പ് ബാഗിന് കിട്ടും. അത് കാണാനും നല്ല ഭംഗിയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ബാഗ് ഓൾമോസ്റ്റ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാൻ തരത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ് നമുക്ക് ടോട്ട് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടോട്ട് ബാഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്, ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ടോട്ട് ബാഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങുകൾ പെർഫെക്റ്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ ഇപ്പോൾ കാണാൻ നല്ല വൃത്തിയായിട്ടില്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ സൂചി നൂല് നമ്മൾ യൂസ് ചെയ്തത്. ഇതിന് പിങ്ക് കളർ നൂല് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ വിസിബിൾ ആവില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ ആദ്യമായിട്ടൊക്കെ ചെയ്യണ ആൾക്കാരൊക്കെ പിങ്ക് കളർ നൂല് ഉപയോഗിക്കുകയാണ്. ഏതാണ് കളർ ഉള്ളതെന്ന് വെച്ചാൽ ആ കളർ യൂസ് ചെയ്താൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോക്കൂ, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കുട്ടികളുടെ 2-3 പേര് ഡ്രസ്സുകളും എന്നപോലെ എൻ്റെ പേഴ്സും ഒരു ബോട്ടിൽ വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ പിന്നെയും ബാഗിൽ സ്ഥലം ബാക്കിയാണ്. അപ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ളൊരു ബാഗാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പോൾ ഇനിയും നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.